മഹാദൈവത്തിൻ്റെ മഹനീയ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ഇപ്രകാരം ഒരു എപ്പിസോഡിന് വേണ്ടി എന്നെയും എൻ്റെ മുമ്പിൽ അധ്വാനിക്കുന്ന ടെക്നീഷ്യനെയും ഒരുക്കുന്ന ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിച്ചുകൊണ്ട് എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലെ വിഷയം മലം പോലെ എറിഞ്ഞു കളയേണ്ടവ കൊടുത്ത് പെൺകുട്ടികളെ കൊല്ലിക്കരുത്. മലം പോലെ എറിഞ്ഞു കളയേണ്ട വസ്തുക്കൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പൊന്നും സ്വർണവും പൊന്നും പണവുമാണെന്നുള്ള പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബോധ്യമായി കാണും. കാരണം അതിന് സംശയമില്ല. ഇത് എറിഞ്ഞു കളയുമോ? അങ്ങനെ സംഭവിക്കുമോ? എന്നാൽ ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായി, ഞാൻ ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന, മതമില്ലാതെ ജാതിയില്ല സംഘടനയില്ലാതെ ദൈവവുമായി നേരിട്ട് ഉള്ള ബന്ധം, അപ്പോൾ തന്നെ എല്ലാവരും സഹോദരി സന്മാരുള്ള കാഴ്ചപ്പാട് ജീവിക്കുന്ന ഒരു എളിയ വൃദ്ധനാണ് ഞാൻ. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഈശ്വര വിശ്വാസമുണ്ടായിരുന്നു, നിരീശ്വര വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ സത്യമായുള്ള യഥാർത്ഥ വിശ്വാസത്തിലേക്ക് എത്തിച്ചേർന്നുള്ള ദീർഘവർഷത്തെ അനുഭവം കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. മതവിശ്വാസികളുടെ ഗ്രന്ഥങ്ങൾ, മുസ്ലിം മതം, യഹൂദ മതം, ക്രൈസ്തവ മതം, ഇതിലെല്ലാം അനേകായിരം വകഭേദങ്ങളുണ്ട്. ഈ മതങ്ങളൊക്കെയും സസൂക്ഷ്മം പഠിച്ചു കഴിഞ്ഞാൽ അതിലൊരു ആശയമുണ്ട്. പൊന്നും വെള്ളിയും മലം പോലെ എറിഞ്ഞു കളയും. അതിന് വിലയില്ലാത്തൊരു കാലം ഉണ്ടാകും. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കോടാനുകോടി മടങ്ങ് ഈ ഭൂമിയിൽ പൊന്നും വെള്ളിയും രത്നങ്ങളും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതൊക്കെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഉടയവനായ ദൈവം അതെല്ലാം ക്രമീകരിച്ച് വച്ചിരിക്കുകയാണ്. അത് ഈ ഭൂമിയിൽ മാത്രമല്ല, വിലപ്പെട്ടത് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന രത്നങ്ങളും പൊന്നുകളും അതുപോലെയുള്ള വസ്തുക്കളും മറ്റുള്ള ഗ്രഹങ്ങളിലൊക്കെ ഉണ്ട്. ഇനി കുറച്ചു കാലത്തിന് ശേഷം ഈ ഭൂമിയുടെ ഉപരിതലം കത്തി പൂർണ്ണമായി ഒരു പുതിയ ഭൂമിയായി മാറിയ ശേഷം വേറെ ഒരു ഗ്രഹത്തിൽ നിന്ന് ഒരു വലിയ ഭവനം, ആ ഭവനത്തിൻ്റെ നീളം വീതി ഞാൻ നിങ്ങളോട് പറയാം 1200. എന്ന് കേരളത്തിൽ നിന്ന് ഡൽഹി വരെയുള്ള നീളം, അതേ വീതി ഉയരമുള്ള വലിയൊരു ഭവനം പ്രപഞ്ചത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അത് പൊന്നുകൊണ്ടും രത്നം കൊണ്ടും അതുപോലെ ഈ പറയുന്ന നമ്മൾ ഇന്ന് കല്ലുകൊണ്ടും സിമൻറ്റ് കൊണ്ടും കട്ട കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരം അതെല്ലാം പൊന്നും രത്നങ്ങളും കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു സത്യമാണ്. അത് ഇന്ന് പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗത്ത് സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അതിൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന എല്ലാവർക്കും പാർക്കുവാനുള്ള സ്ഥല സൗകര്യങ്ങൾ, റൂമുകൾ, സംവിധാനങ്ങളെല്ലാം അതുണ്ടായിരിക്കും. ആ വലിയ ഗ്രഹം വന്ന് പതിക്കുന്ന വന്ന് ആസ്ഥാനമാക്കുന്ന സ്ഥലം അറേബ്യൻ മേഖലയ്ക്ക് അപ്പുറത്തുള്ളതായിട്ടുള്ള ഇസ്രയേൽ പാലസ്തീൻ മേഖലയിലാണ് അത് വന്ന് ക്യാമ്പ് ചെയ്യുന്നത്. അത് വന്ന് ഉറയ്ക്കുന്ന സ്ഥലം. അപ്പോൾ അത്രയ്ക്ക് വലിയ രീതിയിൽ രത്നം, സ്വർണം, വസ്തുക്കളുടെ ശേഖരം ഭൂമിയിലുണ്ട്, പ്രപഞ്ചത്തിലുണ്ട്. അപ്പോൾ അതിനൊരു വിലയുമില്ലാത്ത പോലെയുള്ളൊരു കാലഘട്ടം ഭൂമിയിൽ അധിക താമസമില്ലാതെ ഉണ്ടാകുമെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വിഷയം. ഇതിനെക്കുറിച്ച് അവഗാധമായി മതങ്ങളുമായി സംസാരിച്ച് ശ്രദ്ധിച്ച് അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറയുവാനുള്ള കാര്യം, ഈ പറയുന്ന പൊന്നും രത്നങ്ങളും നിങ്ങൾ ഇന്ന് വിലയേറിയതായി കണ്ടുകൊണ്ട് പൊന്നുപോലെ ജനിപ്പിച്ച് വളർത്തി വിദ്യാഭ്യാസം കൊടുത്ത് ചുമ്മനങ്ങൾ കൊടുത്ത് കയ്യോ കാലോ വളർന്നോ നോക്കി വളർത്തിയെടുത്ത കുഞ്ഞുങ്ങൾക്ക് ഈ പൊന്നും അനുബന്ധ വസ്തുക്കളും കൊടുത്ത്
വേറെ ഈ അധ്വാനമില്ലാത്ത ഒരു പുരുഷനും സ്ത്രീയും വളർത്തിയെടുത്ത ഒരു പയ്യൻ്റെ അല്ലെങ്കിൽ ഒരു ഭവനത്തിലേക്ക് വിടുമ്പോൾ അത് ഈ കുട്ടികളുടെ ജീവന് അപകടകാരിയായി മാറുകയാണ്. ഇന്ന് നമ്മളുടെ രാജ്യത്ത് അല്ലെ ലോകത്തിൽ സംഭവിക്കുന്ന പൊന്നിനും വെള്ളിക്കും വേണ്ടിയുള്ള പെൺകുട്ടികളുടെ മരണത്തിൻ്റെ കണക്ക് നമുക്ക് എടുക്കാൻ കഴിയില്ല. അത്രയ്ക്കുള്ള മരണങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ചെറുതും വലുതുമായ വകഭേദങ്ങൾ എല്ലാ ഇടത്തും അലയടിക്കുന്നുണ്ട്. എന്നാൽ അത് പരസ്യമായി പുറത്തു വരുന്നത് അപൂർവമായി മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്, പെൺമക്കളുള്ള മാതാപിതാക്കളോട് നാളെ ദൈവം പെൺമക്കളെ തരുമ്പോൾ ആ പെൺമക്കൾക്ക് ആവശ്യം വേണ്ട ആഹാരവും വസ്ത്രവും മാന്യമായി ജീവിക്കാനുള്ള ട്രെയിനിങ്ങും കൊടുത്ത ശേഷം, അവർക്ക് വിദ്യാഭ്യാസപരമായ അറിവുകളും കൊടുത്ത ശേഷം അവരെ മാന്യമായി സ്നേഹിക്കുന്നു. വേറെ പൊന്നോ വെള്ളിയോ പണമോ ചോദിക്കുന്ന പുരുഷന് നമ്മളുടെ പെൺകുഞ്ഞുങ്ങളെ കൊടുക്കരുത്. അത് കൊടുക്കാതെ സ്വീകരിക്കുന്ന ആളുകൾ വന്നാൽ മാത്രം വിവാഹം കഴിപ്പിച്ചോ, ഇല്ലെങ്കിൽ വിവാഹം കഴിപ്പിക്കാതിരിക്കുകയാണ് നല്ലത്. നല്ല യൗവനപ്രായത്തിലാണ് ഈ പെൺകുട്ടികളൊക്കെ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്പം പൊന്നും വെള്ളിയും ഉണ്ടെങ്കിൽ വൃദ്ധന്മാരെ പോലും കൊല്ലുക മാത്രമല്ല, വളരെ ലജ്ജാകരമായ രീതിയിൽ അവരുടെ ശവങ്ങളെ പോലും കീറിമുറിക്കുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് വൈകാരികമായി അല്ലെങ്കിൽ മൃഗീയമായി കാര്യങ്ങൾ മനുഷ്യരിൽ സാത്താൻ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിച്ചില്ല എങ്കിൽ അവരുടെ ഭാവി അതുകൊണ്ട് അവസാനിക്കാൻ ചിന്തിക്കാൻ പാടില്ല. ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വിയറ്റ്നാം എന്ന് പറയുന്ന ഒരു ദേശത്ത് പണ്ട് യുദ്ധങ്ങളൊക്കെ ഉണ്ടായി അവിടുത്തെ പുരുഷന്മാരെല്ലാം മരിച്ചു. അവിടുത്തെ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരില്ലായിരുന്നു. അവിടെ സമ്പത്തുണ്ട്, അവരുടെ വീട്ടിൽ ചെന്ന് താമസിക്കാൻ തയ്യാറുള്ളവരെ പണ്ട് പല രാജ്യങ്ങളിൽ നിന്നും അങ്ങോട്ട് വിളിക്കുന്നുള്ള സംഭവങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പേ, ഒരു നൂറ്റാണ്ടിന് മുമ്പ് അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. ഇന്ന് നമ്മളുടെ രാജ്യത്തും പെൺകുഞ്ഞെന്ന് പറയുമ്പോൾ ഒരു അലർജി പോലെ ചിന്തിക്കുന്ന മാതാപിതാക്കൾ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അതിന് പിന്നിൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശം നിങ്ങളുടെ ജീവിതത്തിലുള്ള ബന്ധത്തിലുണ്ട്. അത് പെണ്ണെന്നോ ആണെന്നോ വകതിരിച്ച് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. പെൺകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ കൊന്നുകളയുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ആ മനോഭാവമുള്ള മാതാപിതാക്കൾക്ക് അല്ലെ മനുഷ്യവർഗത്തിന് ജനിച്ച് വളർത്തപ്പെടുന്ന പെൺകുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അടിസ്ഥാനം തെറ്റിക്കിടക്കുക. മാതാപിതാക്കൾക്ക് പെൺകുഞ്ഞുങ്ങൾ തന്നെയാണ് ജനിക്കുന്നതെങ്കിൽ സന്തോഷത്തോട് സ്വീകരിക്കണം. ആൺകുഞ്ഞുങ്ങളെക്കാൾ നന്നായി മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന പെൺകുഞ്ഞുങ്ങളുണ്ട്. പെൺകുഞ്ഞുങ്ങൾക്കും അത് കഴിയും. ചില സമൂഹങ്ങളിൽ പുരുഷന്മാർ വിവാഹം കഴിച്ച് പെൺകുട്ടിയുടെ വീട്ടിൽ ജീവിക്കുന്നു. അത് ഒത്തിരി വിജയകരമായി ആ സമൂഹത്തിൽ അത് കാണുന്നതായി ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപൂർവ സമൂഹത്തിലേ ഉള്ളൂ. എന്നാൽ പെൺകുട്ടിക്ക് ഉള്ള നന്മകളായി സ്വർണമായും പണമായും കൊടുത്ത് ദിവ്യാഗ്രഹികളായ പുരുഷനും പുരുഷൻ്റെ അമ്മയും അപ്പനും ആ സമൂഹവും കൂടെ അത് പിന്നെയും പെട്ടെന്ന് അത് ക്രയവിക്രയം ചെയ്ത് ഇല്ലാതാക്കി. കാരണം ദൂർത്തടിച്ച് കളഞ്ഞിട്ട് പിന്നെയും പണത്തിന് വേണ്ടി ആർത്തി കാട്ടുന്നതിൻ്റെ പര്യവസാനം ഒരു ചാൻ കയറിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലെ മണ്ണെണ്ണ തലയിലൂടെ ഒഴിച്ച് തീ കത്തിക്കുന്നതിലൂടെ അവസാനിക്കുകയാണ്. ഇത് ജനിക്കുന്ന സമയത്ത് ഈ മനോഭാവം രക്തത്തിൽ സൂക്ഷിക്കപ്പെട്ടു. മനുഷ്യനിൽ, സ്ത്രീയിലും പുരുഷനിലും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ ഫലം ഇന്നെന്താണെന്ന് ചോദിച്ചാൽ, പുരുഷന്മാർക്ക് പെൺകുട്ടികളെ കിട്ടാനില്ലാത്ത സാഹചര്യം വന്നിരിക്കുക. നമ്മളും സ്നേഹത്തിനപ്പുറമായി വലിമയുടെ ചരടുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് മൂലമാണ് ഈ ദുര്യോഗം ഉണ്ടാകുന്നത്. നമ്മൾക്ക് അടിസ്ഥാനമായി നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് സ്നേഹമാണ്.
സ്നേഹിക്കുന്ന പെൺകുട്ടിയെ വേണം, സ്നേഹിക്കുന്ന പുരുഷനെ വേണം, സ്നേഹിക്കുന്ന മാതാപിതാക്കളെ വേണം. ഇത് കിട്ടുന്നില്ല എങ്കിൽ വിവാഹം എന്ന് പറയുന്ന ആ വലിയ കടമ്പയ്ക്ക് വേണ്ടി ആരും ഉത്സാഹിക്കേണ്ട ആവശ്യമില്ല. 10, 30, 35, 40 വയസ്സായിട്ടും പെൺകുട്ടികളെ തേടിയിട്ട് കിട്ടാതെ ഭാരപ്പെട്ട് കഴിയുന്ന അനേക പുരുഷന്മാരെ എനിക്കറിയാം. അവർ പറയുന്നു വല്ല വിധവകളെ കിട്ടിയാലും ഞങ്ങൾ വിവാഹം കഴിക്കാമെന്ന് അവർ പറയുന്നു. കാരണം ഒരു പെൺകുട്ടി അവരുടെ ജീവിതത്തിലേക്ക് വരാത്തത് കൊണ്ട് അവർക്ക് സ്വത്തല്ല, അവരുടെ സമ്പത്തിനേക്കാൾ വലുത് ഓരോ ഗൃഹനാഥയായി തൻ്റെ എനിക്ക് കൂട്ടാളിയെ ഒരാൾ വരുന്നതെന്ന് ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരുപാട് യൗവനക്കാരിവിടെയുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? പെൺകുട്ടികൾ ജനിക്കാതിരിക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ മാതാപിതാക്കളായി തീർന്നവർ ശ്രമിച്ചു എന്നുള്ളതാണ്. യാതൊരു ഉത്തരവാദിത്വമില്ല. ആൺകുട്ടികളാണെങ്കിൽ പൊന്നു വേണ്ട, വെള്ളി വേണ്ട, ഒന്നും വേണ്ട. അതേസമയം പെൺകുട്ടിയായി കഴിഞ്ഞാൽ ഇതെല്ലാം വേണമെന്നുള്ള ഒരു മുൻകൂട്ടിയുള്ള തെറ്റായിട്ടുള്ള ചിന്തയുടെ ഫലമാണ്. ഒന്ന് തീരുമാനിക്കണം. സ്ത്രീയാണ് നമ്മുടെ സമ്പത്ത്, പുരുഷനാണ് നമ്മുടെ സമ്പത്ത്. അതിൽ അധികമായ ഒരു സമ്പത്ത് വേണ്ട. അങ്ങനെ വിവാഹം കഴിച്ചിട്ട് സ്ത്രീയുടെ വീട്ടിലുണ്ടെങ്കിൽ അത് അവിടെ നിൽക്കട്ടെ, പുരുഷൻ്റെ വീട്ടിലുള്ള അതവിടെ നിൽക്കട്ടെ. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ മക്കളായി അവരൊക്കെ വളർന്ന് പ്രായമാകുന്ന സമയത്തേക്ക് മാതാപിതാക്കൾ, പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഒന്നുകിൽ വൃദ്ധരായി മരണപ്പെട്ട് അല്ലെങ്കിൽ അവർ മനസ്സോടെ അവരുടെ കയ്യിലുള്ളതായ നന്മകളുടെ ഒരു ഓഹരി ആ പെൺമക്കൾക്ക് വേണ്ടി ആ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കുക. വിവാഹം കഴിച്ചാഴ്ച വീട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് മടങ്ങി വന്ന് അവരുടെ വീട്ടിൽ അവരുടെ സഹോദരന്മാർക്കൊപ്പമോ അല്ലെങ്കിൽ അവരുടെ അടുത്തായിട്ടോ ജീവിക്കാമല്ലോ. അവർക്കുള്ള സമ്പത്ത് അവിടെ ഉണ്ടെങ്കിൽ ആർക്കും ഒരു തലവേദനയില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അതേസമയം വീട്ടിൽ നിന്നുള്ള സമ്പത്തും നന്മകളും എല്ലാം വിറ്റ് പറക്കി കൊടുത്ത് വേറൊരു വീട്ടിൽ ചെന്നു അത് ഇല്ലായ്മ ചെയ്ത് നശിപ്പിച്ച് അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ അവിടുത്തെ മാതാപിതാക്കൾ ചെയ്തു അല്ലെ ആ പുരുഷൻ ചെയ്തു കഴിയുമ്പോൾ അവർക്ക് ഈ പെൺകുട്ടികൾക്ക് അവിടെയുമില്ല ഇവിടെയുമില്ല എന്നാകുകയാണ്. ഒരിക്കലും ജനിക്കുന്ന വീട്ടിൽ ഇല്ല എന്നുള്ള ഒരു സാഹചര്യം ഒരു പെൺകുട്ടിക്കും ഉണ്ടാകാൻ പാടില്ല. ഭർത്തൃഭവനത്തിൽ യോഗ്യമായ രീതിയിലുള്ള സഹായം അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ വേണ്ട സംവിധാനമില്ല എങ്കിൽ അവർ ജനിച്ച ഭവനത്തിലേക്ക് മടങ്ങി വന്ന് പാർക്കുവാൻ നോക്കണം. സൽസ്വഭാവികളായി ജീവിക്കണമെന്നുള്ള ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. സമൂഹം അവർക്ക് കൈത്താങ്ങൾ എന്താ കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നീ ചതക്കിരയാക്കി അല്ലെ മണ്ണിലേക്ക് വിട്ട് ഒരു ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുന്ന, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ തീയിൽ എന്താണ് മരിക്കുന്നത്, അല്ലെങ്കിൽ കയറി തൂങ്ങിയാണ് മരിക്കുന്നത്. ആ ഭയാനകമായ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് ജീവൻ ആ ശരീരം കത്തുമ്പോഴുള്ള ആ വേദനയുടെ ഒരു ചെറിയ ചിന്താഗതി ഉണ്ടെങ്കിൽ ഞാൻ സ്നേഹിച്ചു കൊള്ളാം, ഞാൻ മരണപര്യന്തം നോക്കിക്കൊള്ളാമെന്ന് അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്ത് സ്വീകരിക്കുന്ന പുരുഷൻ പണമെന്ന് പറയുന്ന അല്ലെങ്കിൽ പൊന്നെന്ന് പറയുന്ന ഒരു വസ്തുവിൻ്റെ കുറവ് കൂടുതലിൻ്റെ വിലപേശലിലേക്ക് കിട്ടുമെന്ന് ഒരു തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി നിൽക്കും. മെയ്യനങ്ങാതെ ജീവിക്കണമെന്നുള്ള ആഗ്രഹമല്ലേ ഉള്ളൂ. കാറ് പോരാ, കാറിനേക്കാൾ കൂടിയ കാറ് വേണം. ഇനി ഇത്തിരി കഴിഞ്ഞാൽ വിമാനം, ഹെലികോപ്റ്ററൊക്കെ വാങ്ങിച്ചു കൊടുത്താലേ പെൺകുട്ടികളെ കെട്ടിക്കാൻ പറ്റൂ എന്നുള്ള സാഹചര്യം രാജ്യത്ത് ലോകത്ത് വരാൻ പോവുകയാണ്. അത്രയ്ക്ക് ദിവ്യാഗ്രഹം മൂത്തിരിക്കുക. ഈ ദിവ്യം എന്ന് പറയുന്ന സാധനം ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടുന്ന നോട്ട്, നമ്മുടെ ഗവൺമെൻറ് അതിന് വിലയില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ചില വർഷങ്ങൾ പ്രഖ്യാപിച്ചു ഇന്ന നോട്ട് നിരോധിച്ചിരിക്കുന്നു. പിന്നെ അത് കയ്യിലുണ്ട് എന്താ? ഇതുപോലെ ഒരു നിരോധനം ഗവൺമെൻറ്റോ അധികാരപ്പെട്ട സ്ഥാനത്തു നിന്നോ വാഗൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിന് വിലയില്ല. അതുതന്നെയാണ് പൊന്നിന് ഇനി വിലയില്ല. അതിവിടെ വേണ്ട അല്ലെ, അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഗവൺമെൻറ് എടുക്കുന്നുമില്ല, കച്ചവടക്കാരെടുക്കുന്നില്ല, അതിന് വിലയില്ല. ഇനി അതും പോട്ടെ, ഇതിന് വിലയുണ്ടെന്ന് തന്നെ ഇരിക്കെ. ഇത് ധരിച്ചിരിക്കുന്ന ആളുകളെ കള്ളന്മാരും കവർച്ചക്കാരും വന്ന് കൊല്ലുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ സാധനം വീട്ടിൽ വെച്ച് ആ തോക്ക് ചൂണ്ടി അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് വീട്ടിലും വേണ്ട എങ്ങും വേണ്ട എന്നും കണ്ട് എവിടെയെങ്കിലും പറമ്പിൻ്റെ കോണിക്ക് കൊണ്ട് കുഴിച്ചിടാം.
ഇല്ലെങ്കിൽ മലം പോലെ എറിഞ്ഞുകളയുന്നൊരു കാലം വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനൊരു കാലം വരും. ഈ പൊന്നിന് വിലയില്ല. ഇവിടുത്തെ അരിയാഹാര സാധനങ്ങളാണ് നമുക്ക് കഴിക്കാം. തെങ്ങിൽ നിന്നോ അതുപോലെ തന്നെ വാഴയിൽ നിന്നൊക്കെ കിട്ടുന്ന ഫലങ്ങൾ നമുക്ക് കഴിക്കാം. അത് പ്രയോജനമുണ്ട്. പഞ്ഞിനൂല് കൊണ്ട് പിരിച്ച വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ നൈലോൺ, അല്ലെങ്കിൽ ടെർലിൻ എന്തെങ്കിലുമൊക്കെയാണെങ്കിൽ നമുക്ക് ധരിക്കാം. അതേസമയം പൊന്നെന്ത് ചെയ്യുക? നമുക്ക് കഴിക്കാൻ പറ്റുമോ? കൊച്ചുകുട്ടികൾക്ക് കുറച്ച് ഉരച്ചു കൊടുക്കും, അത് ശോഭ കൂടുമെന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ അവരുടെ ഭക്ഷണത്തോടുള്ള ബന്ധത്തിൽ ആ ശരീരത്തിൽ വേണ്ടതായ ലോഹങ്ങളുടെ അംശങ്ങൾ ദൈവം അതേ ഭക്ഷണത്തിലൂടെ കൊടുക്കുന്നുണ്ട്. നമ്മളീ പൊന്നൊരച്ച് കൊടുക്കുന്നതിലല്ല കാര്യങ്ങൾ. അല്ലെങ്കിലും എത്ര ഉരച്ച് കൊടുക്കാൻ പറ്റും? ഒരു പൊന്നൊരച്ചാൽ അത് എത്ര അലുക്കപ്പെടും. അത് മലം പോലെ എറിഞ്ഞു കളയുവാനുള്ളൊരു സമയം വരുമെന്ന് ദൈവം സമ്മതിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതങ്ങനെ സംഭവിക്കും. ഈ സംഭവിക്കുന്ന ഒരു വസ്തു നമ്മൾ ശേഖരിക്കാനും അതിൽ മൂല്യം കൽപ്പിക്കുവാനും ശ്രമിച്ചതിൻ്റെ ഒരു വലിയ ശിക്ഷയാണ് ഇന്ന് നമ്മളുടെ മധ്യത്തിൽ നടപാടുന്നത്. ഏത് ഭവനത്തിലെയും യൗവനയുക്തയായ ഒരു പെൺകുട്ടിയെ ആ വിവാഹം കഴിച്ചു വരുന്ന വീട്ടിലുള്ള പ്രിയപ്പെട്ടവരെല്ലാം കൂടി കശാപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എത്രയോ ഭയം, എത്രയോ ദുഃഖം, എത്രയോ കഷ്ടം. സ്ത്രീയില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നിങ്ങളൊന്ന് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ ഒരു മാതാവില്ലാത്ത, മക്കളിൽ പെൺകുട്ടികളില്ലാത്ത ഒരു സാഹചര്യം നിങ്ങൾ ഓർക്കണം. ആണുമായി ജീവിക്കാൻ പറ്റുമോ? അത് അപലഷണീയമായ ജീവിതമാണ്. അത് മഹാപാപമാണ്. അവിടെ ആകാശത്തുനിന്ന് തീ പെയ്തിറങ്ങുമെന്നുള്ളത് നമ്മൾ അറിയാതിരിക്കരുത്. സ്ത്രീയും പുരുഷനും കൂടെ ഒക്കെ ചേർന്ന് മനോഹരമായ കുടുംബജീവിതം പണിതെടുത്ത് അതിൻ്റെ ആസ്വാദ്യതയിലാണ് ലോകത്തിൻ്റെ നിലനിൽപ്പ് എന്നുള്ളത് ഇരു ചെവികളും തുറന്ന് കേട്ട് മനസ്സിലാക്കുവാൻ ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. വിവാഹിതരായി ഇപ്പോൾ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നവരോട്, വിവാഹത്തിന് വേണ്ടി കുറച്ചു കാലം കൂടെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്നവരോട്, ഇനി വിവാഹവും ചെയ്യാൻ കഴിച്ച് മക്കളായി അവരെ വിവാഹം കഴിച്ചിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വിവാഹം കഴിച്ചപ്പോൾ പെൺകുഞ്ഞുങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള മാതാപിതാക്കളുടെ അതിൻ്റെ അറം പിന്നീട് പറ്റുന്ന അവസ്ഥ ഉണ്ടാകും. ഒരിക്കലും പറയാൻ പറ്റില്ല. പെൺകുഞ്ഞുങ്ങൾ ജനിച്ചു വളർന്ന് ന്യായമായ വിദ്യാഭ്യാസമൊക്കെ ലഭിച്ച് അവർ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് സുഭിക്ഷമായി ഇവിടെ ജീവിക്കാനുള്ള കഴിവ് പെൺകുട്ടികൾക്കുണ്ട്, പെൺകുഞ്ഞുങ്ങൾക്കുണ്ട്. അത് വിവാഹം കഴിച്ചാൽ അത് ഒരുപടിയൂടെ അനുഗ്രഹമായി ജീവിക്കാൻ സാധിക്കും. അവർ പിന്നെ തലമുറയുടെ തലമുറയൊക്കെ ആയി എത്ര സൗരഭ്യമായ ഒരു ഫാമിലി സെറ്റപ്പാണ് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിനയപൂർവ്വം നിങ്ങളെ ഓർപ്പിക്കുകയാണ്, നിങ്ങളീ അധികപ്പറ്റായുള്ള പൊന്നും വെള്ളിയും അതുപോലെ ശേഖരങ്ങളും പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം കരുതരുത്. ആൺകുട്ടിക്ക് വേണ്ടി കരുതാത്തത് പെൺകുട്ടികൾക്ക് വേണ്ടിയും കരുതണ്ട. ആൺകുട്ടികൾക്ക് വേണ്ടി കരുതുന്ന പോലെ നമ്മുടെ പാർക്കുന്ന തറവാട്ടിൽ തന്നെ അവർക്കുള്ള ശേഖരം അവിടെ തന്നെ സൂക്ഷിച്ച് വെക്കണം. പണം വേണ്ടാതെ മനോഹരിയായ പെൺകുട്ടിയെ മതിയെന്ന് പറയുന്നവർക്ക് ഇപ്പോൾ പണം വേണ്ട. ഓഹരി ആ വീട്ടിൽ പെൺകുട്ടിയുടെ വീട്ടിലിരിക്കട്ടെ, ആൺകുട്ടിയുടെ വീട്ടിലെ അവിടെ ഇരിക്കട്ടെ. രണ്ടുപേരും കൂടെ അധ്വാനിച്ച് സന്തോഷമായി ജീവിക്കട്ടെ. ദുർഘട സമയങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കുഞ്ഞുങ്ങളുടെ തലമുറയുടെ ഭാവി ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ മാതാപിതാക്കളുടെ നിന്നുള്ള നന്മകൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ഘട്ടം വന്നപ്പോഴാണ് എൻ്റെ പേരൻസിൻ്റെ സ്ഥലം വിറ്റ് അവരുടെ വിദ്യാഭ്യാസത്തിനായി ഉപയോഗിച്ചത്. അല്ലാതെ സ്ത്രീയുടെ സമ്പത്ത് കൊണ്ടൊന്നും ഇവിടെ നമുക്കൊന്നും ചെയ്യാനൊക്കെ നിന്നാൽ നമ്മൾ പരാജയപ്പെട്ടു പോവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് തൃപ്തിയിൽ അധ്വാനിക്കണം. വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും അധ്വാനിക്കണം. യഹൂദന്മാരുടെ ഇടയിലൊരു സിസ്റ്റമുണ്ട്. അവരുടെ പെൺകുട്ടികളെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ പുരുഷൻ അധ്വാനിച്ച് അവരുടെ കല്യാണം നടത്തിപ്പിനുള്ള
ചെലവുകൾക്കുള്ള പണം, ജീവിക്കാനെ കൊണ്ട് വേണ്ടി വീട് ക്രമീകരണങ്ങളെല്ലാം ക്രമീകരിച്ച ശേഷം വിവാഹം നിശ്ചയിച്ചപ്പെട്ട പെണ്ണെ നിശ്ചയിക്കപ്പെണ്ണെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഇത് നമ്മുടെ ഇടയിൽ പ്രായോഗികമാക്കണം. വിവാഹം വളരെ നേരത്തെ നിശ്ചയിച്ച് വയ്ക്കൂ. വിവാഹം കഴിപ്പിക്കുന്നതല്ലേ ഉള്ളൂ ഇന്ത്യയിൽ 20 കഴിയണം അല്ലെങ്കിൽ 21 കഴിയണമുള്ള നിയമം. വിവാഹം നിശ്ചയിച്ച് വയ്ക്കുന്നതിന് ഒരു തടസ്സവുമില്ല. വിവാഹം നമ്മളുടെ ഇടയിൽ പഴയ കാലങ്ങൾ 12 വയസ്സിലൊക്കെ വിവാഹം നടന്നത്. ഇന്ന് ഗവൺമെൻറ് സമ്മതിക്കുന്നില്ല. ശരി, ഞാൻ തിരിച്ചൊന്നും അതിന് വേണ്ടി പറയാനോ അതിൻ്റെ വക്താവായി തീരുമാനിക്കണം. വിവാഹം നിശ്ചയിച്ച് വെക്കാം. വികാരത്തിന് അടിമപ്പെട്ട് വഴിതെറ്റിപ്പോകാതെ കുഞ്ഞുങ്ങളെ വളരെ നേരത്തെ ഇതാണ് നിൻ്റെ ഭാര്യ, ഇതാണ് നിൻ്റെ ഭർത്താവായി തീരുവാനുള്ള വ്യക്തി എന്ന് നിശ്ചയിച്ച് വെക്കാം. എന്നിട്ട് പുരുഷൻ വളർന്ന് വലുതായി സ്വന്തം കാലിൽ ജീവിക്കാനുള്ള വഴികൾ നന്മകളായി കഴിയുമ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന എത്ര ആ പ്രായത്തിൽ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരാം. അതുവരെ പെൺകുട്ടിയുടെ വീട്ടിൽ തന്നെ പെൺകുട്ടി ജീവിക്കട്ടെ. ഇടയ്ക്ക് പോയി കാണാം, ഇടയ്ക്ക് ഇന്നത്തെ കാലത്ത് ഫോൺ ചെയ്യാം, സമ്മാനങ്ങൾ കൈമാറാം. അതിനൊന്നും ഗവൺമെൻറ് തടസ്സമില്ല. രജിസ്റ്റർ ചെയ്ത് വിവാഹം കഴിക്കുന്നത് ഇത്ര വയസ്സിന് ശേഷമേ ആകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് തലമുറ ഉണ്ടാകുന്നത് ഇത്ര വയസ്സിന് ശേഷം. അതായിരിക്കും അതിൻ്റെ ലക്ഷ്യം. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് തലമുറകൾ ഉണ്ടാകുന്നതിനേക്കാൾ കൂടാതെ പാപം ഇല്ലാതെ വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനെയും സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ പെൺകുട്ടിയെ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അത് അതിൻ്റെ ഭാര്യയാണെന്ന് കരുതിക്കൊണ്ട് അതിനുവേണ്ടിയുള്ള സമ്പാദ്യങ്ങളൊക്കെ സമ്പാദിച്ച് ഒരുക്കങ്ങളൊക്കെ ചെയ്ത് വിവാഹത്തിന് കുറച്ച് ആളുകൾക്ക്, ഒത്തിരി ആളുകൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് വലിയ ആർഭാടവും വലിയ ഓഡിറ്റോറിയവും ഒക്കെ എടുത്ത് ഈ ആവശ്യമില്ലാതെ ഈ വമ്പൻ ചെലവുകൾ എന്തിനാ ആവശ്യമില്ല ചെയ്യുന്നത്? ആവശ്യമില്ലാത്ത വസ്ത്ര ആർഭാടങ്ങളൊക്കെ എന്തിനാണ്? മാന്യമായി നഗ്നത മറച്ച് വൃത്തിയായി പുതിയ വസ്ത്രം ധരിക്കുക. അതിനപ്പുറമുള്ള ഫാഷൻസൊക്കെ തെറ്റാണ്. അമേരിക്കയിൽ ഇങ്ങനെ ചെയ്യുന്നു, ചൈനയിൽ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു രീതി പാടില്ല. പൂർണ്ണമായി ശരീരം മറച്ചുകൊണ്ട് നല്ല വസ്ത്രധാരണത്തോടുകൂടി ഭംഗിയായി നഗ്നത മൂടുക എന്നുള്ള ഭംഗി എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥം നഗ്നത മറയ്ക്കുക. വേറൊരു പുരുഷൻ കണ്ട് ആസ്വദിക്കാതിരിക്കാൻ ഒരു സ്ത്രീയുടെ നഗ്നത മറയ്ക്കുക. വേറൊരു സ്ത്രീ കണ്ട് ആസ്വദിക്കാതിരിക്കാൻ പുരുഷൻ തൻ്റെ നഗ്നത മറയ്ക്കുക. അതിലൊക്കെ ഒത്തിരി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പുരുഷന്മാരാണെങ്കിൽ മുറ്റത്ത് ഇറക്കമുള്ള നല്ല ജുബായൊക്കെ ഇട്ടാൽ നല്ലതല്ലേ? കൈയുടെ പത്തി വരെ ഉപദേശിമാർക്കും അച്ഛന്മാർക്കും അല്ലല്ലോ, ആർക്കും നല്ല ഭംഗിയായിട്ട് വസ്ത്രം ഉപയോഗിക്കാം. അതുപോലെ സ്ത്രീയും തൻ്റെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും പുരുഷനേക്കാൾ കുറേക്കൂടെ ശ്രദ്ധിച്ച് സ്ത്രീ യോഗ്യമായ വസ്ത്രം ധരിക്കണം. പൊന്നും വെള്ളിയും വിലയേറിയ വസ്തുക്കളെ കൊണ്ടല്ല അലങ്കരിക്കേണ്ടത്. ഇന്ന് നമ്മൾ കാണുമ്പോൾ ഒരു സ്ത്രീയുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം പരസ്യങ്ങൾ പോലും ടെലിവിഷന് പത്രങ്ങളിലൂടെയൊക്കെ പബ്ലിഷ് ചെയ്യുന്ന വസ്ത്രധാരണം, പൊന്നിൻ്റെ അളവ്, കൈ മുഴുവൻ സ്വർണം, വളകൾ, വിവിധ ഭാഷകളിൽ ചെവി തന്നെ കുത്തി എത്രയിടം തുളച്ചാണ് സ്വർണം ഇടുന്നത്, കഴുത്തിലിടുന്നു. ഇതൊക്കെ കാണുമ്പോൾ സാമ്പത്തികമായി കള്ളന്മാരായി നടക്കുന്ന ആളുകൾ ഒരു തോക്കുമായി വന്നാൽ ഈ നമ്മളുടെ കുഞ്ഞുങ്ങൾ ആദ്യത്തെ മധുവിധു രാത്രി ചെലവഴിക്കുന്ന രാത്രി തന്നെ റോബറി, കള്ളന്മാർ വന്ന് തോക്കി കൊണ്ട് ഇതും കൊണ്ട് പോയാൽ എന്തു ചെയ്യും? ഇനി ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുവാൻ പോകുകയാണ്. അമ്മായിയമ്മയും ഭയക്കുന്നതിനേക്കാൾ കൂടുതൽ, ഭർത്താവിനെ ഭയക്കുന്നതിനേക്കാൾ കൂടുതൽ, സ്ത്രീധനത്തിന് വേണ്ടി ആരംഭിക്കുന്നതിനേക്കാൾ കൂടുതലായി കള്ളന്മാരുടെ കാലഘട്ടം, കൊള്ളക്കാരുടെ കാലഘട്ടം. വിവാഹം നടന്ന വീട്ടിലേക്ക് എല്ലാവരും തലേ ദിവസങ്ങളിലെ ഉറക്കക്ഷീണം കൊണ്ട് കിടന്നുറങ്ങുമ്പോൾ തോക്കുമായി ഒരുത്തൻ വന്നാൽ എല്ലാവരുടെയും മുട്ടാടും.
സ്ത്രീ മുഴുവൻ ആഭരണം ഊരി വച്ചിരിക്കുന്ന പെട്ടി എടുത്താൽ കൊടുക്കേ ഉള്ളൂ, വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു ഓഹരി അതിൻ്റെ നിയമപാലകരുടെയും അതുപോലെ ഭരണ നേതാക്കളുടെയും കയ്യിലേക്ക് എത്തുന്ന ഒരു ശൃംഖലയുള്ള ഒരു വ്യവസ്ഥിതിയിലേക്കാണ് ലോകം പോകുന്നത്. ആ സമയത്ത് അത് അങ്ങനെയൂടെ പോയി കഴിഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനും ഉണ്ടാകില്ല. ഇന്നിപ്പം അല്പമായിട്ട് ജനാധിപത്യത്തിൻ്റെ അല്പശേഷിപ്പുള്ള ജോസഫൈൻ എന്ന് പറയുന്ന ഓരോ നിയമപ്രവർത്തകയായ പ്രിയപ്പെട്ടവരെ ആരോടോ സംസാരിച്ചപ്പോൾ ചില വാക്കുകൾ തെറ്റി എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടി ശബ്ദമുണ്ടാക്കി അവർ വാർദ്ധക്യത്തിനായി അമ്മ ചെയ്ത് ആ മാതാവ് ഒഴിഞ്ഞു മാറി, അവർ വഴിമാറിക്കൊടുത്തു. ആ കാലമൊക്കെ ഇനിയും കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. എത്ര പറിച്ചിരുന്നാലും മാറാത്തോലെ അള്ളിപ്പിടിച്ചിരിക്കത്തക്കുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറും. ഇതൊന്നും വകവെക്കാതെ നിസ്സാര അപകടകാരിയായിട്ടുള്ള വെപ്പൺസുമായി, ആയുധങ്ങളുമായി, ചെറിയ ബോംബായാലും കൈത്തോക്കായാലും ചെറിയ ഒരു പിൽസിൻ്റെ സംഗതി കൊണ്ടൊരു വീടിനെ നശിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഇന്ന് ലോകത്തിൽ അവിടെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാൻ സാധിക്കും. ബോംബ് രാജ്യങ്ങളുടെ പട്ടാളക്കാരെ പോലും തകർത്ത് കളയുന്ന രീതിയിൽ സംഗതികളായിരിക്കും. ഇതിനിപ്പം സ്വർണത്തിന് നേരെയും പൊന്നിന് നേരെയും ഉണ്ടാകാൻ പോവുകയാണ്. ഇപ്പം എന്തുകൊണ്ടും ഇനിയും ഒരുപക്ഷെ ഇവിടെ ശക്തമായി ജനങ്ങളുടെ പങ്കാളിത്തത്തോടൊരു വിപ്ലവം ഇവിടെ ഉണ്ടായി പൊന്നും വെള്ളിയും സ്ത്രീധനം വാങ്ങുന്ന പരിച്ഛേദം വയ്ക്കുന്ന ഒരു കാലം വന്നാൽ നല്ലതാ. ഞാൻ പറയുന്ന ഇന്ന് നീറിപ്പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയതുപോലെ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെറിയ ചെറിയ ഭവന സെല്ലുകൾ ഉണ്ടാക്കാൻ, അതിനും ചെറിയ സെല്ലുകൾ ഗവൺമെൻറ് തലത്തിലും പ്രതിപക്ഷ തലത്തിലും ഉണ്ടാക്കി ഒരു 10 വീടിന് ഓരോ സമാധാന സെല്ല്, അവിടുത്തെ അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ, അവർക്ക് ഭക്ഷണമുണ്ടോ, വസ്ത്രമുണ്ടോ, വീട്ടിൽ പ്രശ്നമുണ്ടോ, കുഞ്ഞുങ്ങളുടെ വിവാഹമുണ്ടോ, സ്ത്രീധനം കൊടുക്കുന്നോ വാങ്ങുന്നോ, ഏതെങ്കിലും മറ്റുള്ള അതിർത്തി പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കുവാൻ അധികാരമുള്ള 10 വീടുകളെ ചേർത്തുള്ള ഒരു ചെറിയ ഭരണസമിതി വീതം നാട്ടിൻപുറങ്ങളിൽ പഞ്ചായത്തിന് കീഴിലുണ്ടെങ്കിൽ, ഒരു വീട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് പഞ്ചായത്ത് തലത്തിൽ അറിയിക്കാൻ തക്ക ഒരു സംവിധാനം, പഞ്ചായത്ത് തലത്തിൽ നിന്ന് പോലീസ് തലത്തിലേക്ക് അത് മണത്തറിയത്തക്ക, അതിന് പക്ഷാഭേദം പാടില്ല. ഏത് മേഖലയിലും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന വ്യക്തികളെ സമൂഹ മധ്യത്തിൽ കൊണ്ടുവരണം. അവരെ അത് സംബന്ധിച്ച വിഷയങ്ങളിൽ വിചാരണ ചെയ്യപ്പെടണം. അത് മുളയിലെ നുള്ളണം. അങ്ങനെയുള്ള ഒരു സംവിധാനം അത് ഇന്നത്തെ ഇസങ്ങൾക്കപ്പുറമായി ജനങ്ങളുടെ സംഘടിത ശ്രമങ്ങളുണ്ടാകണം. ഇന്ന് സ്ത്രീകളുടെ സംഘടനയുണ്ട്. അത് നല്ല രീതിയിൽ ഭൗതിക കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ സ്ത്രീകളോ പുരുഷന്മാരുടെയോ എന്തിൻ്റെ ആയാലും സമാധാന സെല്ലുകൾ 10 വീടുകൾക്ക് ഉണ്ടാകണം. അപ്പോൾ അവരുടെ വിവാഹകാര്യങ്ങളിൽ ജാതിയും മതവും ഇല്ലാതെ, അതുപോലെ തന്നെ മരണകാര്യങ്ങളിൽ സഹായിപ്പാൻ, രോഗം വന്നാൽ സഹായിപ്പാൻ, അതിനെ ഗവൺമെൻറ് തലങ്ങളിൽ അറിയിക്കുവാൻ, കൂട്ടായിട്ട് പ്രവർത്തിക്കുവാൻ, അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഈ നാളുകളിൽ വരണം. ചെറിയ സംഘങ്ങൾ, ഉത്തരവാദപ്പെട്ട സംഘങ്ങൾ, അതിനുള്ള ഭരണപരിഷ്കാരങ്ങളൊക്കെ ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാക്കിയിട്ട് താഴെക്കടയിലേക്ക് കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരണം. വന്നിട്ട് നമുക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുവാനിടയായിത്തീരണം. അങ്ങനെ നമ്മുടെ ഇടയിൽ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെല്ലാം ആരും തന്നെ കൊല ചെയ്യപ്പെടുകയില്ല എന്നുള്ള ഉറപ്പ് പ്രാപിപ്പാൻ നമുക്കിടയായിത്തീരണം. അതിന് സർവ്വവല്ലഭനായ ദൈവം നമ്മെ സഹായിക്കുന്ന വാക്കുകളോടെ എൻ്റെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.